ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് INCയെ പറ്റിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ക്ലാസ്. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് A.O. ഹ്യൂമാണ്. A.O. ഹ്യൂം, അലൻ ഒക്ടോവിൽ ഹ്യൂം. INCയുടെ സ്ഥാപക സെക്രട്ടറിയാണ് A.O. ഹ്യൂം. ഫാദർ ഓഫ് INC എന്നറിയപ്പെടുന്നതും A.O. ഹ്യൂമാണ്. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും A.O. ഹ്യൂമാണ്. ആദ്യത്തെ പ്രസിഡന്റ്, INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജിയാണ്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രൂപീകൃതമായത്. ഇതുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യ സമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചത് പൂനെയിലായിരുന്നു. പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിച്ചതിൻ്റെ കാരണത്താൽ INCയുടെ സമ്മേളനം ബോംബെയിലേക്ക് മാറ്റി. ബോംബെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് INC ആദ്യമായി സമ്മേളിച്ചത്. ആദ്യമായി സമ്മേളിച്ചതിൽ 72 പേരാണ് പങ്കെടുത്തത്. അതിൽ 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറായിരുന്നു. ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫ്രിൻ പ്രഭുവായിരുന്നു. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിലും ആയിരുന്നു. ഡഫ്രിൻ പ്രഭു INCയെ വിശേഷിപ്പിച്ചത് വില്ലന്മാരുടെ കേന്ദ്രം, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നിങ്ങനെയാണ് ഡഫ്രിൻ പ്രഭു INCയെ വിശേഷിപ്പിച്ചത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്നു. 2. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. 3. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 4. 1929 ഡിസംബർ 31 ഗാന്ധിജി ഇന്ത്യൻ പതാക ഉയർത്തി. പ്രസ്താവന 5. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇതിൽ ആൻസർ വരുന്നത് പ്രസ്താവന 1, 2, 3, 5. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്നു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്നു. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. 1929 ഡിസംബർ 31 ഗാന്ധിജി ഇന്ത്യൻ പതാക ഉയർത്തി എന്നുള്ളത് ഇതിൽ തെറ്റായ പ്രസ്താവനയാണ്. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പതാക ഉയർത്തിയത്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി A.O. ഹ്യൂം. ആദ്യത്തെ സെക്രട്ടറിയാണ്, സ്ഥാപക സെക്രട്ടറിയാണ് A.O. ഹ്യൂം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് W.C. ബാനർജി ആയിരുന്നു. ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജി. ബോംബെയിലായിരുന്നു സമ്മേളനം നടന്നത്. ആദ്യത്തെ പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് INC എന്ന പേര് നിർദ്ദേശിച്ചത്. 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടന യുണൈറ്റഡ് ഇന്ത്യൻ അസോസിയേഷൻ. 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ അസോസിയേഷൻ. INCയെ എതിർത്ത ഏക സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിർത്ത ഏക സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധിയാണ് പ്ലേഗ്. പ്ലേഗ് പകർന്നു പിടിച്ചതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം ബോംബെയിലേക്ക് മാറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. അടുത്ത ക്വസ്റ്റ്യൻ, INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ വില്യം വേഡർബൺ. വില്യം വേഡർബൺ ആണ് INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ. അദ്ദേഹം തന്നെയാണ് INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയും 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശിയും. 2 തവണ പ്രസിഡന്റായത് 1889 1910. 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശിയും രണ്ടാമത്തെ വിദേശിയുമായിരുന്നു വില്യം വേഡർബൺ. 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ആദ്യ ശാഖ ആരംഭിച്ചത് വില്യം ഡിഗ്ബി. 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ആദ്യ ശാഖ ആരംഭിച്ച വ്യക്തി വില്യം ഡിഗ്ബി ആയിരുന്നു. 1888 തന്നെയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയും യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ കോൺഗ്രസ് അധ്യക്ഷനാണ് INC അധ്യക്ഷനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലായിരുന്നു ആദ്യത്തെ മലയാളി കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന വേണം എന്ന് അഭിപ്രായപ്പെട്ടത് ആനന്ദമോഹൻ ബോസ്. ആനന്ദമോഹൻ ബോസ് ആണ് കോൺഗ്രസിന് ആദ്യമായി ഒരു ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ടത്. 1908 കോൺഗ്രസിന് ആദ്യമായി ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. മദ്രാസ് സമ്മേളനത്തിൽ വെച്ച് റാഷ് ബിഹാരി ഘോഷ് ആണ് 1908 കോൺഗ്രസിന് ആദ്യമായി ഭരണഘടന തയ്യാറാക്കിയത്. അതിന്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. കോൺഗ്രസിന് ആദ്യമായി ഭരണഘടന വേണമെന്ന് അഭിപ്രായപ്പെട്ടത് ആനന്ദമോഹൻ ബോസും ആയിരുന്നു. അടുത്തത്, INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തെരഞ്ഞെടുത്ത സമ്മേളനം. ആൻസർ 1925 കാൺപൂർ സമ്മേളനം. 1925 കാൺപൂർ സമ്മേളനത്തിനാണ് ആദ്യമായി ഇന്ത്യൻ വനിത INCയുടെ പ്രസിഡന്റ് ആകുന്നത്. സരോജിനി നായിഡു ആയിരുന്നു ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്ന വനിത. അടുത്തത്, അടുത്തടുത്ത സമ്മേളനത്തിൽ പ്രസിഡന്റായ അച്ഛനും മകനും. ആൻസർ മോത്തിലാൽ നെഹ്റു 1928 കൊൽക്കത്ത സമ്മേളനത്തിൽ, 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവുമായിരുന്നു അടുത്തടുത്ത സമ്മേളനത്തിൽ പ്രസിഡന്റ് ആകുന്ന അച്ഛനും മകനും. കൊൽക്കത്ത സമ്മേളനത്തിൽ മോത്തിലാൽ നെഹ്റു 28, ജവഹർലാൽ നെഹ്റു 29 ലാഹോർ സമ്മേളനത്തിലും ആണ് അടുത്തടുത്ത സമ്മേളനത്തിൽ അച്ഛനും മകനും പ്രസിഡന്റ് ആവുന്നത്. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾക്ക് വേദിയാകുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തിയാണ് MA അൻസാരി. MA അൻസാരിയാണ് INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റ് ആകുന്ന ഏക വ്യക്തി MA അൻസാരി. INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ ഏക വ്യക്തി മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയാണ് INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റ് ആകുന്ന ഏക വ്യക്തി. INCയുടെയും സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത രമാബായി ആണ്. ആദ്യ വനിത പങ്കെടുത്തത് പണ്ഡിത പങ്കെടുത്തു.
മാറിപ്പോകുന്നത്. പണ്ഡിത പങ്കെടുത്ത വനിത രമാബായി, പണ്ഡിത രമാബായി. INCയുടെ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത ആദ്യ വനിതയാണ് കാദംബനി ഗാംഗുലി. അഭിസംബോധന ചെയ്തത് കാദംബനി ഗാംഗുലിയാണ്. പങ്കെടുത്തത് പണ്ഡിത പങ്കെടുത്തു. അഭിസംബോധന ചെയ്തത് കാദംബനി ഗാംഗുലി. കാദംബനി ഗാംഗുലി 1890 ഫിറോസ് ഷാ മേത്തിയായിരുന്നു അപ്പോഴത്തെ പ്രസിഡന്റ്. കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു അഭിസംബോധന ചെയ്തത്, INCയെ അഭിസംബോധന ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. തുടർച്ചയായ 2 സമ്മേളനങ്ങൾ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ്. തുടർച്ചയായി റാഷ് ബിഹാരി ഘോഷാണ് 907 908 തുടർച്ചയായി 2 സമ്മേളനങ്ങൾ അധ്യക്ഷനായത് റാഷ് ബിഹാരി ഘോഷ്. തുടർച്ചയായി 3 തവണ പ്രസിഡന്റ് ആവുന്നത് ദാദാഭായ് നവറോജിയാണ്. 3 തവണ ദാദാഭായ് നവറോജി. 2 തവണ ആദ്യം പ്രസിഡന്റ് ആവുന്നത് WC ബാനർജിയും 2 തവണ പ്രസിഡന്റ് ആവുന്ന വിദേശി വില്യം ബാഡർമാനും ആദ്യമായി 3 തവണ പ്രസിഡന്റ് ആവുന്നത് ദാദാഭായ് നവറോജിയുമാണ്. മാറിപ്പോകുന്നതാണ്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് ആകുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വനിത. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. ഇന്ത്യൻ വനിത എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രസിഡന്റ് ആകുന്നത് ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ആദ്യമായി ഇന്ത്യൻ വനിതയാകുന്നത് സരോജിനി നായിഡു. പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത എന്ന് പറഞ്ഞത് ആനി ബസന്റ്. ഇന്ത്യക്കാരിയായ വനിത എന്ന് പറഞ്ഞാൽ സരോജിനി നായിഡു. സ്വതന്ത്ര ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1907 സൂറത്ത് പിളർപ്പായിരുന്നു. സ്വാതന്ത്ര്യത്തിന് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1907 സൂറത്ത് പിളർപ്പ്. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു അപ്പോഴത്തെ അധ്യക്ഷൻ. സൂററ്റ് വിഭജനം എന്ന് പറഞ്ഞാൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ വേർപിരിഞ്ഞു. അതാണ് സൂറത്ത് പിളർപ്പ്. ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി JB കൃപലാനിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു ഹക്കീം അജ്മൽ ഖാൻ. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ. ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുമോ, പട്ടിൽ സൂക്ഷിച്ചു വെക്കും എന്ന് ഓർമ്മിച്ചാൽ മതി. INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയും പട്ടാഭി സീതാരാമയ്യ ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ JB കൃപലാനി, സ്വാതന്ത്ര്യത്തിന് ശേഷം പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫ്രിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ഡഫ്രിൻ പ്രഭു ആയിരുന്നു. ആ സമയത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, INC രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ ആണ്.
INC രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനത്തിനാണ് ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നത്. വന്ദേ മാതരം ആലപിക്കുന്നത് ടാഗോർ ആണ്. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് രചിച്ചത്. ബംഗാൾ സ്കോട്ട് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാൾ സ്കോട്ട് എന്നറിയപ്പെടുന്നത്. ആനന്ദമഠം എന്ന നോവൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗീതം രചിച്ചത്. ഇതില് ആനന്ദമഠത്തിൽ പറയുന്ന കലാപമാണ് സന്യാസി കലാപം. 1896 വന്ദേ മാതരം ആദ്യമായി ആലപിക്കുന്നത്. സമ്മേളനം കൊൽക്കത്ത സമ്മേളനം 1896 ആലപിച്ചത് ടാഗോർ ആണ്. ബംഗാൾ സ്കോട്ട് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 1897 അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷൻ സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ മലയാളിയായ ആദ്യ INC പ്രസിഡന്റ് ആണ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനം. ദിൻഷായി വാച്ചി ആയിരുന്നു കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ദിൻഷായി വാച്ച. ഗാന്ധിജി പങ്കെടുക്കുന്നത് ആദ്യമായിട്ട് 1901 കൊൽക്കത്ത സമ്മേളനത്തിൽ ആണ്. ഗാന്ധിജി പങ്കെടുത്ത് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിൻഷായി വാച്ച ആയിരുന്നു അധ്യക്ഷൻ. ഗാന്ധിജി വാച്ച് ചെയ്യുക, ഇതിൽ ഇനി മുന്നോട്ട് പോകണോ എന്നിങ്ങനെ ഗാന്ധിജി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യമായി പങ്കെടുത്തിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 1905 ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ബനാറസ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 1911 കൽക്കട്ട സമ്മേളനം ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനമായിരുന്നു. ജനഗണമന ആദ്യമായി ആലപിച്ചത് INCയുടെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രസ്താവനയെ മിതവാദികളും തീവ്രവാദികളും യോജിച്ചു. പ്രസ്താവന ബി ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. സി മുസ്ലിം ലീഗും INCയും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചു. ഏത് സമ്മേളനം? 1916 ലക്നൗ സമ്മേളനത്തിൽ വച്ചാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു ചേരുന്നതും ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടുന്നതും മുസ്ലിം ലീഗും INCയും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുവാൻ ലക്നൗ ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്യുന്നത്. ലക്കാണ്, എല്ലാവരും ഒന്നായി വരുന്നത് ലക്ക്. മിതവാദികളും തീവ്രവാദികളും യോജിക്കുന്നു, ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടുന്നു, എല്ലാത്തിൻ്റെയും ഒരു ലക്കായിട്ടാണ് ലക്നൗ ഉടമ്പടി. അതില് പ്രസിഡന്റ് ആവുന്നത് മജൂംദാറാണ്. മഞ്ചു കൊടുത്ത് എല്ലാരും ഒന്നായി, മഞ്ച് കൊടുത്തിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 39 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനം ലാലാ ലജ്പത് റായിയുടെ അധ്യക്ഷനായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണ്? 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനത്തിൽ ലാലാ ലജ്പത് റായ് അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ത്? ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചു. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിക്കുന്നത് 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനത്തിലായിരുന്നു. ലാലാ ലജ്പത് റായ് അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിൽ. ഇത് പാസ്സാക്കുന്നത്, നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കുന്നത് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു ഇത് പ്രസ്ഥാനം പാസ്സാക്കുന്നത്.
വിജയരാഘവാചാര്യായിരുന്നു ഇതിന്റെ പ്രസിഡന്റ്. വിജയരാഘവാചാര്യ വിജയിച്ചു. നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കുന്നതിൽ വിജയിച്ചു. ഇതാണ് വിജയരാഘവാചാര്യ പ്രസിഡന്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ടി.കെ. മാധവൻ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ഏത് സമ്മേളനത്തിൽ? ആൻസർ വരുന്നത് 1923 കാക്കിനാഡ സമ്മേളനത്തിൽ വെച്ചാണ് ടി.കെ. മാധവൻ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി അധ്യക്ഷനായ INC സമ്മേളനം 1924 ബൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷനാകുന്നത്. മഹാത്മാഗാന്ധി അധ്യക്ഷനായ ഏക സമ്മേളനമാണ് ബൽഗാം സമ്മേളനം. ബൽഗാം വരുന്നത് കർണാടക സ്റ്റേറ്റിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത? INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു പ്രസിഡന്റ് ആകുന്നത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? കാൺപൂർ സമ്മേളനത്തിൽ വെച്ചാണ്. 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ചാണ് INC പ്രസിഡന്റ് ആകുന്ന ഇന്ത്യക്കാരി സരോജിനി നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്താവന. എ. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കപ്പെട്ടു. ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചു. MA അൻസാരി അധ്യക്ഷനായിരുന്നു. ഏത് സമ്മേളനം? 1927 മദ്രാസ് സമ്മേളനം. ആൻസർ വരുന്നത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കി. ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചു. MA അൻസാരി അധ്യക്ഷനായി. 1942 ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം 1942 ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടു. അധ്യക്ഷൻ ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുമ്പോൾ അധ്യക്ഷൻ മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കാൻ കാരണമായത് ക്രിപ്സ് മിഷന്റെ പരാജയമാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന വർഷം 1942 പാസാക്കിയത് ആഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി യൂസർ മെഹർ അലി ആണ്. യൂസർ മെഹർ അലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഗാന്ധിജിയുടെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. സമ്മേളനത്തിന്റെ വേദി എവിടെ? സമ്മേളനത്തിന്റെ വേദി മീററ്റ്. INC സമ്മേളനം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നടന്നത് മീററ്റിൽ വെച്ചായിരുന്നു. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ സമ്മേളനമായിരുന്നു ഫൈസ്പൂർ സമ്മേളനം. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ഗ്രാമപ്രദേശത്ത് വെച്ച് നടന്ന ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യമായി INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് സുഭാഷ് ചന്ദ്രബോസിനെ ആയിരുന്നു. ഏത് സമ്മേളനം? 1939 ത്രിപുരി സമ്മേളനം. പട്ടാഭി സീതാരാമയ്യയാണ് സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ചത്. 1939 ത്രിപുരി സമ്മേളനം പൊരേലി വെച്ചായിരുന്നു തെരഞ്ഞെടുത്തത്. INC പ്രസിഡന്റായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ തെരഞ്ഞെടുത്തത് പൊരേലി വെച്ചായിരുന്നു. പുരേലി വെച്ചായിരുന്നു തെരഞ്ഞെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 1931 പട്ടേൽ അധ്യക്ഷനായ കറാച്ചി സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ത്? 1931 സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായ കറാച്ചി സമ്മേളനത്തിന്റെ പ്രത്യേകത, കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ചത്. മൗലികാവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ചത് 1931 സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായ കറാച്ചി സമ്മേളനത്തിന്റെ പ്രത്യേകത. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്.
പിന്നെ നോക്കാനുള്ളത് പ്രസിഡന്റുമാർ, വനിതാ പ്രസിഡന്റുമാർ. 1917 ആനി ബസന്റ് ആദ്യമായി INCയുടെ പ്രസിഡന്റ്, വനിതാ പ്രസിഡന്റ് ആവുന്നത്. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് 1917. ഇന്ത്യക്കാരിയായ പ്രസിഡന്റ്, വനിതാ പ്രസിഡന്റ് 1925 സരോജിനി നായിഡു. ഇന്ത്യക്കാരിയായത് 1925 സരോജിനി നായിഡു. പിന്നീട് 1933 നെല്ലിസൺ ഗുപ്ത വരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം വനിതാ പ്രസിഡന്റ് ആവുന്നത് 1959 ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. അതിനുശേഷം 1998 സോണിയാഗാന്ധി ഒരുപാട് തവണ ആയിട്ടുണ്ട്. അപ്പോൾ ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത അങ്ങനെ വരുന്നതാണ് വനിതാ പ്രസിഡന്റുമാർ. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. പങ്കെടുത്തത് ബാരിസ്റ്റർ GP പിള്ള. പങ്കെടുക്കുന്നത്. പ്രസിഡന്റ് ആകുന്ന ആദ്യ മലയാളി C ശങ്കരൻ നായർ. കാക്കിനട സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത് TK മാധവൻ. അതും മലയാളിയാണ്. എല്ലാം മലയാളിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മലയാളി ബാരിസ്റ്റർ GP പിള്ള. കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മലയാളി C ശങ്കരൻ നായർ. ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച മലയാളി TK മാധവൻ. പിന്നെ ആദ്യത്തെ അധ്യക്ഷന്മാർ 2-3 ആൾക്കാരെ ഓർമ്മിക്കാനും. 1885 ബോംബെ സമ്മേളനത്തിൽ WC ബാനർജി ആയിരുന്നു. രണ്ടാമത്തെ 1886 കൊൽക്കത്ത സമ്മേളനത്തിൽ ദാദാഭായ് നവറോജിയാണ്. 1887 മദ്രാസ് സമ്മേളനത്തിൽ ബദ്രുദ്ദീൻ തിയാബ്ജി. 1888 നാലാമത്തെ സമ്മേളനത്തിൽ ജോർജ് യൂള് അലഹബാദ്. ആദ്യത്തെ 3 G-കാരാണ്. ലാസ്റ്റ് വരുന്നത് ആദ്യത്തെ 3 G-കാരാണ്. WC ബാനർജി, ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തിയാബ്ജി. നാലാമത്തും G ഒതുക്കുക ജോർജ് യൂള്. ജോർജ് യൂൾ എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ 4 പേര് WC ബാനർജി, ദാദാഭായ് നവറോജി, ബദ്രുദ്ദീൻ തിയാബ്ജി, ജോർജ് യൂളും 4 പേരും G-കാരാണ്. 85, 86, 87, 88. 89 വരുന്നത് 88 ജോർജ് യൂൾ ആദ്യത്തെ INC പ്രസിഡന്റായ ആദ്യ വിദേശിയാണ്. 89 ബോംബെ സമ്മേളനത്തിന് വില്യം ബെഡർമാൻ INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയും 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശിയുമാണ്. പിന്നെ 90 വരുന്നത് കൊൽക്കത്ത സമ്മേളനത്തിൽ ഫിറോസ് ഷാ മേത്തയാണ് INCയുടെ രണ്ടാമത്തെ പായ്സി പ്രസിഡന്റാണ്. ആദ്യത്തെ പായ്സി പ്രസിഡന്റ് ആവുന്നത് ആദ്യത്തെ പായ്സി പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യത്തെ അഹിന്ദു എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയാണ്. 1891 നാഗ്പൂർ സമ്മേളനത്തിലാണ് P അനന്തചാർലോ പ്രസിഡന്റ് ആവുന്നത്. അദ്ദേഹമാണ് ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാകുന്ന ആദ്യ പ്രസിഡന്റാണ് P അനന്തചാർലോ. ദാദാഭായ് നവറോജിയാണ് 3 തവണ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി. 3 തവണ എന്ന് പറയുമ്പോൾ 1886, 1893, 1906 3 തവണ. 1886 അദ്ദേഹം INC പ്രസിഡന്റ് ആവുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 61. പിന്നീട് 20 വർഷം കഴിഞ്ഞിട്ടാണ് 1906 അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് ആവുന്നത്. വീണ്ടും പ്രസിഡന്റ് ആവുമ്പോൾ അദ്ദേഹത്തിന് 81 വയസ്സാണ്. അതായത് പ്രായം കൂടിയ വ്യക്തി. ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആകുന്ന INC പ്രസിഡന്റ് ആകുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹം അറിയപ്പെടുന്നത് വന്ധ്യവയോധികൻ എന്നാണ്. 3 തവണ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ്. ഏറ്റവും പ്രായം കൂടിയ INC പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. ഇനി വിശേഷിപ്പിച്ചതാണ് INCയെ പറ്റി വിശേഷിപ്പിച്ചത്. ഓരോ ആൾക്കാരും വിശേഷിപ്പിച്ചത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, വില്ലന്മാരുടെ കേന്ദ്രം എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ഡഫ്രിൻ പ്രഭുവാണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയും വില്ലന്മാരുടെ കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ചത് ഡഫ്രിൻ പ്രഭുവാണ്. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യം
എന്ന് പറയുന്നത് കഴ്സൺ പ്രഭുവാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എന്റെ ലക്ഷ്യമെന്ന് ഐ എൻ സിയെ കുറിച്ച് പറഞ്ഞത് കഴ്സൺ പ്രഭുവാണ്. 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചത് AK ദത്ത. യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് അരവിന്ദ ഘോഷാണ്. വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക് വിശേഷിപ്പിച്ചത് വർഷത്തിൽ ഒരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലക്. അവധിക്കാല വിനോദ പരിപാടിയെന്നും ബാലഗംഗാധര തിലക് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് പട്ടാഭി സീതാരാമയ്യാണ്. ഏയോഹ്യം വിശേഷിപ്പിച്ചത് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടത് എന്നാണ്. INCയെ പറ്റി ഏയോഹ്യം വിശേഷിപ്പിച്ചത് പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്ന് രൂപം കൊണ്ടത് എന്നാണ്. ലാലാ ലജ്പത് റായ് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ലാലാ ലജ്പത് റായ്. ഇതെല്ലാം PYQ ചോദിച്ച ചോദ്യമാണ്. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വിട്ടുപോയത് ജനഗണമനയെ പറ്റിയാണ് വിട്ടുപോയത്. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് 1911 കൊൽക്കത്ത INC സമ്മേളനം. BN ദർ ആണ് ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. BN ദർ. ജനഗണമന ആലപിക്കുമ്പോൾ ധർണിയൊന്നും നടത്താൻ പാടില്ല. BN ദർ. ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് സരളാദേവി ചൗധറാണിയാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട INCയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ്. ഒരുപാട് PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.